ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണും. ഇനി എത്ര നരച്ച മുടിയാണെങ്കിലും ഏത് പ്രായക്കാർക്കാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ജീവിതത്തിൽ നരച്ച മുടി ഉണ്ടാകില്ല. ഈ പൗഡർ സൂത്രം നിങ്ങളെ ശരിക്കും ഞെട്ടിക്കും. അതുപോലെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ടിപ്പിലേക്ക് പോകാം. നമ്മുടെ വീട്ടിലെ കിച്ചൺ ടൗലൊക്കെ ഒരുപാട് കാണും നമുക്ക് അഴുക്ക് പിടിച്ചല്ലേ. പെട്ടെന്ന് തന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അഴുക്ക് പിടിക്കും. ഇത് ഞാൻ നമ്മുടെ ഡൈനിങ് ടേബിൾ അതുപോലെ സ്ലാബ് നമ്മുടെ ടൈലൊക്കെ തുടയ്ക്കുന്ന ഒരു തുണിയായിരുന്നു. പക്ഷേ ഇത് നമ്മളില്ലാത്ത നേരത്തെ കുട്ടികളൊക്കെ ചെയ്ത് വെച്ച പണിയാണ്. ഫുള്ള് അഴുക്ക് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് അലക്കടിയിലൊന്നും പോകേണ്ട കാര്യമില്ല. ഇതിപ്പം നീല കളറായതുകൊണ്ട് വൈറ്റ് കളറിലെ തുണികളൊക്കെ ഇങ്ങനെ ചെയ്താൽ നല്ലപോലെ അതിൻ്റെ അഴുക്കും ഇതെല്ലാം കറയൊക്കെ പോകുന്നതാണ് കേട്ടോ. കിച്ചൺ ടവലുകളുടെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ്. ഇപ്പം ഞാൻ നമ്മുടെ സിങ്കിലേക്ക് തന്നെ കുറച്ച് വെള്ളം പിടിച്ചിട്ട് ഇത് അധികം യൂസ് ചെയ്യാത്തൊരു സിങ്കാണ് കേട്ടോ. അതുകൊണ്ടാണ് സിങ്കിൽ തന്നെ ഞാൻ ഇട്ടിരിക്കുന്നത്. അതിന് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് സൂത്രം കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ടവലിൻ്റെ മുകളിലായിട്ട് ഞാൻ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ പേസ്റ്റാണ് കേട്ടോ. കോൾഗേറ്റിൻ്റെ പേസ്റ്റാണ് എടുക്കുന്നത്. ഈ വൈറ്റ് കളറിലെ പേസ്റ്റ് തന്നെയാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഇത് കുറച്ചൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം കൈ കൊണ്ട് ഞെവിടിയിട്ട് ആ വെള്ളത്തിൽ തന്നെ ഒന്ന് കുതിർത്ത് ഒരു 5 മിനിറ്റ് വെക്കുക. അതിന് ശേഷം വേണം നമ്മൾ കഴുകാനായിട്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ സിങ്കിലിട്ട് വെക്കണമെന്നൊന്നും ഇല്ല. നിങ്ങൾ ബക്കറ്റിൽ തുണി മുക്കി വെച്ചാൽ മാത്രം മതി. ഇപ്പോൾ കുറച്ച് പേസ്റ്റ് ഒരു ടവലുള്ളത് കാരണം ഞാൻ ഒന്നേ എടുത്തിട്ടുള്ളൂ, അത് ഇച്ചിരി എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു ടവലിലേക്ക് ആവശ്യമുള്ളത് മാത്രം നിങ്ങൾ എടുക്കുക. എത്ര ടവലുണ്ടെങ്കിലും നിങ്ങൾ ഇതുപോലെ മുക്കി വെച്ചതിന് ശേഷം ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ അത് കൈ കൊണ്ട് തന്നെ ഇതൊന്ന് ഞെവിടിയിട്ട് ആ ഒരു വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ജസ്റ്റ് നമുക്ക് അലക്കുക, വാഷിംഗ് മെഷീൻ ഇടുകയോ കുത്തിപ്പിടിയോ കല്ലിലോട്ട് അലക്കാൻ പോകേണ്ട കാര്യമേ ഇല്ല. പെട്ടെന്ന് തന്നെ ക്ലീൻ ആകുകയും ഇത് പറ്റിപ്പിടിച്ച് ചിലപ്പം മുടിയോ അതിങ്ങനെ സാധനങ്ങളെല്ലാം അഴുക്കൊക്കെ പിടിച്ചിരിക്കുക, അതെല്ലാം പോയി നല്ലപോലെ ക്ലീൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ നമ്മുടെ കോൾഗേറ്റിൻ്റെ പേസ്റ്റ് വെള്ള തുണികളൊക്കെ പഴയ വെള്ള തുണികൾ വെള്ളം മുണ്ടൊക്കെ നല്ല പുതിയതാക്കി മാറ്റാനായിട്ട് ഉപയോഗിക്കുന്നതാണ് കോൾഗേറ്റ്. അപ്പോൾ അതും ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കണം, നല്ലതാണ്. വെള്ള മുണ്ടുകളൊക്കെ കറ പിടിച്ച മുണ്ടുകളൊക്കെ കാണുമല്ലോ, അതൊക്കെ നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാൻ വളരെ നല്ലതാണ് നമ്മുടെ കോൾഗേറ്റും വിനാഗിരി ബേക്കിംഗ് സോഡ ഒക്കെ കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്ത് അതുപോലെ തന്നെയാണ് ഇതുപോലെ കളറുള്ള തുണികളിലാണെങ്കിൽ ചെളിയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ കറയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുവാണെങ്കിൽ നല്ല റിസൾട്ട്. അപ്പോൾ ആ വെള്ളത്തിൻ്റെ ഒരു കളർ നോക്കിക്കുക, അപ്പടി അഴുക്കൊക്കെ ഫുള്ള് പോയിട്ടുണ്ടോ. നല്ല അഴുക്കായിരുന്നു ഇതിൽ. ഈ കാപ്പിക്കറയും ചായക്കറയൊക്കെ വന്നപ്പോൾ കുട്ടികളെല്ലാം തുടച്ചിട്ടൊരു മൂലയ്ക്ക് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനിത് ഒന്ന് കഴുകി കാണിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ. നല്ലപോലെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ നമ്മുടെ ആ ഒരു തുണിയിൽ അഴുക്കും അതുപോലെ ചെളി പിടിച്ചതും നൂല് പോലെയൊക്കെ ഇതിൻ്റെ എന്തൊക്കെയോ പിടിച്ചിരിപ്പുണ്ടായിരുന്നു. അതെല്ലാം നല്ല പോയിട്ട് നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ആരും ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടിപൊളിയായിട്ട് ക്ലീനായി ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ വെള്ളം കളയുന്നതിന് മുമ്പ് നമ്മൾ സിങ്കും കൂടെ ഒന്ന് കഴുകി വിടുവാണെങ്കിൽ സിങ്ക് വരെ ഇവിടെ ക്ലീൻ ആയി കിട്ടും കേട്ടോ. നല്ല അടിപൊളിയായിട്ട് സിങ്കും വെളുവിളാന്ന് കിട്ടും. കാര്യം പേസ്റ്റ് നല്ല വെളുപ്പിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ നമുക്കിതേ ഒന്നുകൂടെ നല്ലപോലെ കൈ കൊണ്ടൊന്ന് കഴുകിയെടുക്കാം ആ ടവൽ. അതിനുശേഷം വിരിച്ചിട്ട് ഉണക്കാവുന്നതേ ഉള്ളൂ. അടിപൊളിയായിട്ട് ഇവിടെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ഇവിടെ കുറച്ച് സവോളയുടെ തൊലി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സവോളയുടെ തൊലി കളയുമ്പോഴും സവോള അരിയുമ്പോഴും എല്ലാം നമുക്ക് കണ്ണറിയാറുണ്ട് അല്ലേ. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ സവോള എപ്പോഴാണോ അരിയാൻ എടുക്കുന്നത് തലേന്ന് ഇപ്പോൾ എടുക്കുന്നത് രാവിലത്തേക്ക് വേണ്ടിയിട്ടാണെങ്കിൽ കുറച്ച് ഫ്രിഡ്ജിലെടുത്ത് വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ വെള്ളത്തിലിട്ട് വെക്കുക. അതിനുശേഷം സവോളയുടെ തൊലികളെ അരിയുകയും ചെയ്യാം. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് നമ്മുടെ 2 ടിഷ്യൂ പേപ്പറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഞാൻ സവോളയുടെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. ഉള്ളിയുടെ ആണെങ്കിലും നിങ്ങൾ ഇതേ രീതി ചെയ്താൽ മതി. അതിനുശേഷം ഈ 2 ടിഷ്യൂ പേപ്പർ ഞാനിത് വെള്ളത്തിൽ മുക്കിയിട്ട് നനച്ചിട്ട് കൊണ്ടുവന്ന് നമ്മൾ ആ സവോള വെച്ചിരിക്കുന്ന ആ പാത്രത്തിൻ്റെ സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ സവോള ഒന്ന് അരിഞ്ഞ് നോക്കിയേ നല്ലപോലെ കരിയാനും പറ്റും. അത് മാത്രമല്ല നമ്മുടെ കണ്ണെരിയത്തുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ കുറച്ച് വിനാഗിരി വെള്ളത്തിലേക്ക് ഇത് മുക്കി വെച്ചാലും മതി കേട്ടോ. നമ്മുടെ സവോള വിനാഗിരി വെള്ളത്തിൽ മുക്കി വെക്കുവാണെങ്കിൽ കുറച്ച് ഒഴിക്കാവുള്ളൂ. ഒരുപാട് കൂടി പുകയിൽ ഒഴിച്ച് വെച്ചതിന് ശേഷം നമ്മൾ സവോള അരിയുവാണെങ്കിൽ നമ്മുടെ കണ്ണരിയത്തില്ല. നല്ലൊരു റിസൾട്ടാണ്. ഇല്ല ടിഷ്യൂ പേപ്പർ ഇതുപോലെ വെള്ളം നനച്ച് വെച്ചാലും മതി കേട്ടോ. അപ്പോൾ ഇതിനകത്ത് അരിയുന്നത് നമ്മൾ സവോള അരിയുമ്പം ഈ സവോളയുടെ മുകളിലത്തെ ഒരു സാധനം ഉണ്ടല്ലോ അത് മാറ്റിയതിന് ശേഷം അരിയാവുള്ളൂ. ആ ഒരു സാധനം ഇരുന്ന് അങ്ങനെ അരിഞ്ഞാലും കണ്ണരിയാൻ സാധ്യത കൊണ്ടാണ്. അത് മാത്രമല്ല കറികൾക്കൊക്കെ ടേസ്റ്റ് വ്യത്യാസം വരുന്ന ഒരു സാധനം കൂടാണ് അത് കേട്ടോ. ഇത് നല്ല സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ സവോള ഇവിടെ അരിഞ്ഞെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ, എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ഇപ്പം ഞാൻ കുറച്ച് ചിക്കനാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഈ ചിക്കനിൽ ഒരുപാട് അഴുക്കുണ്ടല്ലേ. നമ്മൾ എങ്ങനെയൊക്കെ കഴുകാൻ നോക്കിയാൽ ആ ഒരുപാട് അഴുക്കുകളൊക്കെ പോകാനായിട്ട് അതിനകത്ത് എന്തെങ്കിലും വിഷാംശങ്ങൾ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോഴത്തെ ചിക്കനൊക്കെ അല്ലേ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ടിപ്പാണ്. ഇതിലേക്ക്
1 ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് വിനാഗിരി ഒഴിച്ച് കൊടുക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ഒരു പിടി ഉപ്പിട്ട് കൊടുക്കുക, കല്ലുപ്പിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റത്തേക്ക് മാറ്റി വെക്കുക. അതിന് ശേഷം നല്ലപോലെ കഴുകിയെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബ്ലഡും പോയി ആ അഴുക്കെല്ലാം പോയി നല്ലപോലെ ക്ലീനായിട്ട് അതിൻ്റെ വെളുത്ത് കിട്ടുന്നതായിരിക്കും കേട്ടോ. നല്ലപോലെ ക്ലീൻ ആകും. ഒരുപാട് ടോർച്ച് കഴുകുക എടുക്കുക ഒന്നും വേണ്ട. ഒത്തിരി നേരം പൈപ്പിൻ്റെ ഒട്ടിരിക്കും. 2-3 പ്രാവശ്യം കഴുകുമ്പോൾ തന്നെ ആ ചിക്കനൊക്കെ നല്ല ക്ലീനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പ്, നമ്മളൊരു മുട്ട നല്ല ചൂടാണ് ഈ മുട്ടയ്ക്ക് കേട്ടോ. ഇപ്പോൾ മുട്ട ചൂടോടെ പെട്ടെന്നൊരു ആവശ്യമായിട്ട് ചൂടോടെ നമുക്കിത് തൊലി കളയാൻ ഭയങ്കര പാടായിരിക്കും. അതിൻ്റെ മുട്ടയെല്ലാം അടന്ന് ഫുള്ള് പൊടിഞ്ഞു പോകില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ്. ഇതുപോലെ സ്റ്റീൽ ഗ്ലാസ് ഉണ്ട് വീട്ടിൽ, എടുക്കുക. എന്നിട്ട് 2 മുട്ട, ഇപ്പം ഞാൻ 2 മുട്ട ഇട്ടിട്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ നാക്കി കൊടുക്കുക. നല്ല ചൂട് മുട്ടയാണ്. അപ്പോൾ തന്നെ പൊടിഞ്ഞു പോകാതെ തന്നെ നല്ലപോലെ കണ്ട തൊലിയെല്ലാം ആ തോട് മുഴുവൻ ഇളകിയിട്ടുണ്ട്. അതിന് ശേഷം ഒരു തുള്ളി പോലും പൊട്ടിപ്പോകാത്ത രീതിയിൽ നമുക്ക് മുട്ട ഇവിടെ തൊലി കളഞ്ഞെടുക്കാം സിമ്പിളായിട്ട്. നല്ല ചൂട് മുട്ടയൊക്കെ ഇങ്ങനെ ചെയ്ത് അത്യാവശ്യമുണ്ട്. കണ്ടാൽ ഇപ്പോൾ അതിൻ്റെ ആവി പറക്കുന്നത് കാണാൻ പറ്റും. നല്ലപോലെ ചൂടാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല സിമ്പിളായിട്ട് മുട്ട ഞാൻ ഇവിടെ ഇത് കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. എല്ലാവർക്കും അറിയാവുന്ന ടിപ്പായിരിക്കും ഇത്. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. ഇപ്പോൾ സ്റ്റീൽ ഗ്ലാസ് ഇല്ലെങ്കിൽ ഒന്നും വിഷമിക്കേണ്ട, നമുക്കൊരു കുപ്പി എടുത്താലും മതി കേട്ടോ. എന്നിട്ട് അതുപോലെ ഒന്നാക്കിയതിന് ശേഷം സിമ്പിളായിട്ട് കണ്ടു പെട്ടെന്ന് ഒടിച്ച് വരും. അതിൻ്റെ ഇതൊന്നും അതിൻ്റെ ഉണ്ണിയൊന്നും പോകുന്നൊന്നും വിചാരിക്കേണ്ട. പെട്ടെന്ന് തന്നെ ക്ലീൻ കണ്ടതല്ലേ, പൊട്ടൽ പോലും ഇല്ലാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പിലേക്ക് ഇപ്പം ഡൈ ചെയ്യാതെ തന്നെ ഹെന്ന, നീലാമരി, ഇൻഡിഗോ പൗഡർ ഒന്നുമില്ലാതെ തന്നെ നമ്മുടെ മുടി എങ്ങനെ കറുപ്പിക്കാം. എത്ര നരച്ച മുടിയാണെങ്കിലും സിമ്പിളായിട്ട് കറുപ്പിക്കാൻ ഈ ഒരു സൂത്രം മാത്രം മതി കേട്ടോ. നല്ല റിസൾട്ടാണ്, 100% റിസൾട്ട് കിട്ടുന്നതാണ് ഇത് കേട്ടോ. ഇത് നമ്മുടെ വീട്ടിൽ ഉണങ്ങി വാടിപ്പോയ കറിവേപ്പില എല്ലാവരുടെടുത്തും കാണുമല്ലേ. വെയിലത്ത് വെച്ച് ഉണക്കാതെ വീട്ടിൽ തന്നെ ഉള്ളിലിരുന്ന് ഉണങ്ങുന്ന കറിവേപ്പിലയാണ് വേണ്ടത്. ആ കറിവേപ്പില ഒന്ന് എടുക്കുക. എന്നിട്ട് നമുക്കിതൊരു ചട്ടിക്കകത്തിട്ട്, ഇരുമ്പ് ചട്ടി ഉണ്ടായാലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഒന്ന് വറുത്തെടുക്കണേ. വറുത്തെടുക്കുന്നതിൽ കരിച്ചെടുക്കണം. ഇത് നല്ലപോലെ ഉണ്ട്, ഇതുപോലെ കറുത്തെടുത്തിട്ടുണ്ട്, നല്ലപോലെ കരിച്ചെടുത്തിട്ടുണ്ട്. കണ്ട ഇതേ രീതിയിൽ കരിച്ചെടുത്തതിന് ശേഷം നമുക്ക് കൈ കൊണ്ടൊന്ന് ഞെവിടുമ്പോൾ തന്നെ ഇത് പൊടിഞ്ഞ് കിട്ടുന്ന രീതിയാകുമ്പോഴത്തേക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കുക. ഇപ്പം നല്ലപോലെ പാകമായിട്ടുണ്ട്. ഇനി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയതുകൊണ്ട് എന്നിട്ട് ഒന്ന് കയ്യിലെടുത്ത് കണ്ട ഇതേ രീതിയിൽ കരിച്ച് കിട്ടിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് അടുപ്പത്ത് വെച്ച് ഇങ്ങനെ വറുത്തെടുക്കാൻ മടിയുള്ളവരും ഒരു ഇരുമ്പ് ചട്ടിയിലേക്ക് ഈ ഇതിട്ട് കൊടുക്കുക, കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു കർപ്പൂരം വെച്ച് കത്തിച്ച് കരിയാക്കി എടുക്കുക ഈ ഇല. അപ്പോൾ നല്ലപോലെ കത്തിയിട്ട് കരിയായിക്കോളും കേട്ടോ. അപ്പോൾ കൈ കൊണ്ട് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് നല്ലൊരു മിക്സിയുടെ ജാറയിലിട്ടിട്ടാണ് നിങ്ങൾക്ക് പൊടിച്ചെടുക്കുക. അല്ലെ കൈ കൊണ്ട് തന്നെ പൊടിച്ചിട്ട് നമുക്കിത് അരിച്ചെടുത്തുകൊണ്ട് വരാം കേട്ടോ. അരിച്ചെടുത്താൽ നല്ല റിസൾട്ട് കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ തലയൊട്ടിയിൽ ഇത് പറ്റി പിടിച്ചിരിക്കുക. അതുകൊണ്ടാണ് അരിച്ചെടുക്കുന്നത്. അപ്പോൾ അരിച്ച് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിൻ്റെ ഒരു കറുപ്പ് നിറം നിങ്ങൾക്ക് കണ്ടില്ലേ. ഇതിലേക്ക് നമുക്ക് അലോവേര ജെൽ ഇട്ടിട്ട് മിക്സ് ചെയ്ത് തലയിലേക്ക് തേക്കുവാണെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ അത് തലയിൽ വെച്ച് തന്നെ നമുക്ക് ഏത് ഫംഗ്ഷനുകൾക്കും പോകാം. പുറത്ത് എവിടെ വേണമെങ്കിലും നമുക്ക് പോകാം. കഴുകി കളയേണ്ട, ഇത്ര മണിക്കൂർ റെസ്റ്റ് എടുക്കേണ്ട, തലയിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട ഒന്നും വേണ്ട. തേച്ച ഉടനെ തന്നെ നമുക്ക് പുറത്തും പോകാം എന്ന രീതിയിൽ അങ്ങനെ ഇതിൽ കുറച്ച് അലോവേര ജെൽ തേക്കുവാണെങ്കിൽ നല്ല സ്റ്റിക്കി ആയിട്ട് മുടിയിരിക്കും കേട്ടോ. അപ്പോൾ നരച്ച ഭാഗത്തൊക്കെ ഇത് പെരട്ടി കൊടുക്കുവാണെങ്കിൽ നല്ല സ്റ്റിക്കി ആയിട്ടിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ഇതുപോലെ എല്ലാവരുടെയും വീട്ടിൽ കാലി പൗഡറിൻ്റെ ടിന്ന് കാണും അല്ലേ. ആ ടിന്നിലേക്ക് ഈ ഒരു പൊടി കൊട്ടിയിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മുടിയൊക്കെ നല്ല മോഡലിൽ ഫാഷനിലൊക്കെ കിട്ടുന്ന ആൾക്കാർ കാണും. അവരൊക്കെ മുടി കെട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഈ നമ്മുടെ തലയൊട്ടിയൊക്കെ തെളിഞ്ഞ് കാണും. ആ ഭാഗങ്ങളിലൊക്കെ ഈ ഒരു പൊടി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ആ ഭാഗങ്ങൾ നല്ല കറുത്ത് തന്നെ ഇരിക്കും. നമ്മൾ ഇങ്ങനെ പൊടി ഇട്ടതാണെന്നോ നമ്മുടെ മുടി തന്നെയാണെന്ന് എല്ലാവരും വിചാരിക്കും. അതുപോലെ നരച്ച മുടിയാണെങ്കിൽ പോലും അത് കറുത്തിരിക്കും കേട്ടോ. അതിനിട്ട് നമ്മൾ പല പല രീതികളിലൊക്കെ മുടി കെട്ടുന്നവരാണ്. അപ്പോൾ ആ ഒരു ഭാഗങ്ങളിലെല്ലാം നമ്മുടെ തലയോട്ടിക്ക് തെളിഞ്ഞ് കാണുന്ന ഭാഗങ്ങളിലെല്ലാം ഇത് പൗഡർ ടിന്നിൽ ഇതിങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അടിപൊളി റിസൾട്ടാണ്. മുടി കെട്ടിയാലും നമ്മുടെ തലയോട്ടിയൊന്നും തെളിഞ്ഞ് കാണത്തുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം, നല്ലൊരു റിസൾട്ടാണ്. ഇത് ഓൺലൈനിലൊക്കെ ഇങ്ങനത്തെ പൊടികളൊക്കെ മേടിക്കാൻ കിട്ടും. വെറുതെ മേടിച്ചിട്ട് നമ്മുടെ തലയിലൊന്നും അടിച്ചിട്ട് നമ്മുടെ മുടിയൊന്നും കളയേണ്ട, ഉള്ള മുടി കൂടെ നടിച്ച് പോകത്തേ ഉള്ളൂ. കെമിക്കലൊന്നും മേടിച്ച് പുരട്ടാതെ, തേക്കുകയും പുരട്ടുകയും ഒന്നും ചെയ്യാതെ, ഡൈ പോലും പുരട്ടാതെ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ്. ആ ഒരു പൊടി ഇങ്ങനെ നമ്മൾ എത്ര നാൾ വേണേലും നമുക്ക് ഒരു കുപ്പി സൂക്ഷിച്ച് വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പ്, ഇവിടെ കുറച്ച് പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ പൗഡർ കുറച്ച് കയ്യിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കയ്യിൽ നല്ലപോലെ തൂത്ത് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴും ഈ സ്കൂളിൽ പോകുന്ന കുട്ടികളും കോളേജിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ മുടിയൊക്കെ പെട്ടെന്ന് ജട പോലെ പിടിക്കും. അപ്പോൾ ഈ ജടയൊക്കെ കളയാനായിട്ട് നമ്മൾ എണ്ണയൊക്കെ പുരട്ടി വലിക്കും. കുട്ടികൾക്ക് നല്ല വേദന എടുക്കും. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത്
നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഡേറ്റ് കഴിഞ്ഞ് ഇതെടുക്കരുത്. നല്ല നല്ല ക്വാളിറ്റിയുള്ള നല്ല പൗഡർ വേണം എടുക്കാൻ. ആ ഒരു പൗഡർ കയ്യിലേക്ക് ഇട്ട് കൊടുക്കുക. കയ്യിലിട്ട് കൊടുത്തതിന് ശേഷം ആ പൗഡറോട് ഡയറക്റ്റായിട്ട് പൗഡർ തലയിലേക്ക് കൊട്ടിയിടരുത്. കാര്യം കൈ തന്നെ എടുത്തിട്ട് ഒന്ന് കൈ കൊണ്ടൊന്ന് തൂത്തേച്ച് മുടി ജടയുള്ള ഭാഗങ്ങളിലേക്ക് തേച്ച് പിടിപ്പിച്ചിട്ട് ഇതുപോലെ കോർത്ത് ആ ജട ഫുള്ള് കളയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഡയറക്റ്റായിട്ട് നിങ്ങൾ ഒരിക്കലും പൗഡർ നമ്മുടെ തലമുടിയിലിട്ട് കൊടുക്കരുത്. കയ്യിലെടുത്തിട്ട് ഇതേ രീതി നിങ്ങൾ ചെയ്ത് കൊടുക്കണം. തലമുടി പിടിച്ചേക്കും ജടയെല്ലാം പോയി നല്ല സ്മൂത്തായിട്ട് നല്ലപോലെ ജടയൊന്നും ഇല്ലാതെ മുടി പൊട്ടിപ്പോകാതെ തന്നെ നമുക്ക് ജടയെല്ലാം കളഞ്ഞ് മുടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ ടിപ്പുകളെല്ലാം ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.